Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al-faizina bi ridha amma ba'du. Allah subhanahu wa ta'ala നമ്മൾ നടത്തിയ ജുമുഅ എന്ന കർമ്മത്തിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൂർണ്ണമായും നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അതിലുള്ള ഭാഗപ്പഴവുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും വ്യത്യസ്ത രോഗങ്ങളെ കൊണ്ട് കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഓരോരുത്തരുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമങ്ങളുള്ള മുഅ്മിനീങ്ങള് മുഅ്മിനാത്തുകള് എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ സുവലോക സ്വർഗ്ഗത്തിൽ ഇതിനേക്കാളും വലിയ സന്തോഷത്തോടുകൂടി റാഹത്തോടുകൂടി അല്ലാഹു നാം എല്ലാവരെയും ഒരുമിച്ച് കൂടി തരുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മാസം ഹിജ്റ കലണ്ടർ പ്രകാരം ഒരു പുതിയൊരു അധ്യായ വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഓരോ വർഷവും നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കണക്കാക്കി വെച്ച ആയുസിന്റെ ഏഴിൽ നിന്നും ഒരു ഏഴ് നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോയി നമ്മൾ മരണത്തിലേക്ക് അടുക്കാനിരിക്കുകയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ വേണ്ട ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇനിയുള്ള കാലം അല്ലാഹുവിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലുമായി കൊണ്ട് ജീവിതം കാഴ്ചവെക്കാൻ വേണ്ടി ഞാനും നിങ്ങളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കർമ്മം കൊണ്ടും നമ്മൾ ഓരോരുത്തരും തയ്യാറാവണം. അതിന്റെ നേരം മറിച്ച് അതിനു വേണ്ടി നമ്മൾ തയ്യാറായിട്ടില്ല എങ്കിൽ ഏത് സമയമാണ് മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കാൻ വരുന്നത് പോലും നമ്മളിൽ ഒരാൾക്ക് പോലും അറിയില്ല. ആയതുകൊണ്ട് തന്നെ ഏത് സമയത്ത് ഏത് അവസ്ഥയിലാണ് മരണപ്പെടുക എന്നറിയില്ല. ഏതായാലും മരിക്കുന്ന സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടത്തിൽ പൊരുത്തത്തിലുമായി ഇനിയുള്ള ജീവിതം നല്ല നിലയിൽ നമുക്ക് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്രമായ റമദാൻ ശരീഫ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധമായ മാസമാണ് മുഹറം എന്ന് പറയുന്ന ഈ മാസം. എന്തേ മുഹറം എന്ന് പറയുന്ന ഈ മാസത്തിന് മുഹറം എന്ന പേര് വെക്കാനുള്ള കാരണം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഖദ് സമ്മൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറമൻ ഷഹറുല്ലാഹ്. ഈ മുഹറം എന്ന് പറയുന്ന മാസത്തിന് ഷഹറുല്ലാഹ് അല്ലാഹുവിന്റെ മാസം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് പേര് വെക്കാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ പവിത്രതയെയും അല്ലാഹുവിന്റെ ശ്രദ്ധയെയും സൂചിപ്പിച്ചുകൊണ്ടിട്ടാണ് അല്ലാഹുവിന്റെ മാസം എന്ന് പേര് വെക്കാനുള്ള കാരണം എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ആയതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശേഷിപ്പിച്ചത് അല്ലാഹുവിന്റെ അടിമ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് ഖലീലുല്ലാഹ്, അല്ലാഹുവിന്റെ ഖലീൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. കഅബയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ബൈത്തുല്ലാഹ്, അല്ലാഹുവിന്റെ വീട് എന്ന്. അതേപോലെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നാഖത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഒട്ടകം എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് റൂഹുല്ലാഹ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിലേക്ക് ചേർത്തിക്കൊണ്ട് പറയുമ്പോൾ അതിൽ ഒരുപാട് ശ്രദ്ധയും ബഹുമതിയും ഉണ്ട് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് പവിത്രമായ റമദാൻ ശരീഫ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധമായ ഒരു നോമ്പ് നോൽക്കൽ ശ്രദ്ധമായ പുണ്യമുള്ള ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. എന്തേ പറയാനുള്ള കാരണം, ഒരു ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനി ബിശഹ്രിൻ അസൂമുഹു ബഅദ റമദാൻ,
റമദാൻ മാസം കഴിഞ്ഞാൽ എനിക്ക് ഇനി വേറൊരു മാസം നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മറുപടി പറഞ്ഞു, ഇൻ കുന്ത സ്വാഇമൻ ശഹ്റൻ ബഅദ റമദാൻ, റമദാനിന് ശേഷം നീ ഒരു നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഒരു മാസം നോമ്പ് നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസുമുൽ മുഹറം, നീ മുഹറം മാസം നോമ്പ് നോക്കൂ. കാരണം അത് അല്ലാഹുവിന്റെ മാസമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും നോമ്പ് നോക്കൽ പുണ്യമുള്ള ഒരു മാസമാണ് മുഹറം മാസം. അതുമല്ല, ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാനിരിക്കുന്നത്. ഇന്ന് മുഹറം 5 ഇനി നമ്മിലേക്ക് വരാൻ പോകുന്നത് മുഹറം 9, 10 നമ്മിലേക്ക് വരാനുണ്ട്. ഒരുപാട് മഹത്വം നിറഞ്ഞതാണ് ഈ ദിവസം. ഈ പ്രപഞ്ചവുമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം നിർണയിച്ചത് മുഹറം 10 ആദ്യമായി ഭൂമി ലോകത്തേക്ക് മഴ വർഷിച്ചത് മുഹറം 10 ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് മുഹറം 10 ആകാശം പടച്ചത് മുഹറം 10 ഭൂമി പടച്ചത് മുഹറം 10 അർശിനെ അല്ലാഹു പടച്ചത് മുഹറം 10 കുർസിനെ അല്ലാഹു പടച്ചത് മുഹറം 10 എന്തിന് മാത്രം മഹാനായ നമ്രൂദിന്റെ തീകുണ്ടാരത്തിൽ നിന്ന് മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷപ്പെടുത്തിയത് മുഹറം 10 ഫിർഔനിന്റെ കരങ്ങളിൽ നിന്ന് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു രക്ഷിച്ചത് മുഹറം 10 അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരുപാട് വർഷം 13 വർഷക്കാലം അദ്ദേഹത്തിന് രോഗം ബാധിച്ചിരുന്നു. രോഗം സുഖപ്പെട്ടത് മുഹറം 10 അതേപോലെ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വഴറ്റിൽ നിന്ന് അല്ലാഹു രക്ഷിച്ചത് മുഹറം 10 യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ജയിലിൽ നിന്ന് മോചിച്ചത് മുഹറം 10 യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് മുഹറം 10 മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജ്യോതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് മുഹറം 10 അങ്ങനെ എണ്ണിയാൽ തീരാത്ത സ്വർഗ്ഗവും നരകവും അല്ലാഹു പടച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിർണയിക്കപ്പെട്ടത് മുഹറം 10 എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും മുഹറം 10 നോമ്പ് നോക്കിയിട്ടുണ്ട്. യൗമു ആശൂറ കാനത സൂമുൽ അംബിയാ, മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും മുഹറം 10 നോമ്പ് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മസൂമു അൻതും, നിങ്ങളും ഈ ദിവസത്തിൽ നോമ്പനുഷ്ഠിക്കണേ എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഅക്കദായ ശക്തിയായ സുന്നത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സുന്നത്ത് കൂടിയാണ് ഈ ദിവസത്തിൽ നോമ്പ് നോക്കുക എന്ന്. അതിന്റെ മുൻകഴിഞ്ഞ ഒരുപാട് ആളുകൾ, വേദത്തിൽ വിശ്വസിച്ച ആളുകൾ പോലും ഈ ദിവസം വല്ലാതെ ബഹുമാനിച്ചിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ച ആളുകൾ പോലും ആ ദിവസം നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തിന്റെ മാത്രം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള ജൂതന്മാരൊക്കെ നോമ്പ് നോക്കുന്നതായി കണ്ടു. മുത്തനബി അവിടെ നിന്ന് ചോദിച്ചു, എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ നോമ്പ് നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഈ ദിവസം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് നോക്കിയിട്ടുണ്ട്. ഫിർഔനിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ നന്ദി സൂചകമായിക്കൊണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് അവിടുന്ന് പറയുമ്പോൾ മുത്തനബി അവിടുന്ന് പറയുകയാണ്, എന്നാൽ നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് എന്ന് അവിടുന്ന് പറയുകയും അവിടുന്ന് അനുയായികളോട് നോമ്പ് നോക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. എങ്കിലും അവരോട് എതിരാവാൻ വേണ്ടിയിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 9 നോമ്പ് നോക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. പക്ഷെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുഹറം 9 അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോക്കും എന്ന് മുത്തനബി പറഞ്ഞു. പക്ഷെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയാണ് ചെയ്തത്.
അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം 9-നും 10-നും നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഈ 9-ന് നോമ്പ് നോക്കാൻ സാധിക്കാത്ത ആളുകൾ 10-നും 11-നും നോമ്പ് നോറ്റാലും കുഴപ്പമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നോമ്പ് നോക്കുക, ഈ ദിവസത്തിൽ നോമ്പ് നോറ്റി കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ? മൻ സോമ ആശൂറാ ഫകഅന്നമാ സോമ സനത. ഒരു വർഷം നോമ്പ് നോറ്റതിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് കൊടുക്കുമെന്നാണ്. മാത്രമല്ല അവന്റെ യുകഫിറു സനത്തുൽ മാദിയ, തന്റെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ചെറുപാപം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നോമ്പ് നോക്കാൻ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് മാത്രമല്ല നല്ല പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അന്നത്തെ പകലിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് അന്നത്തെ പകലിൽ നോമ്പ് നോക്കുക. അതിന് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയാൻ ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ഭക്ഷണത്തിൽ വിശാലത കൊടുക്കുക. ഇന്നത്തെ ഖുതുബയിൽ നമ്മൾ ഒരു ഹദീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൻ ബസ്സഅല അഹ്ലിഹി വഇയാലിഹി യൗമ ആശൂറാ. ആരെങ്കിലും മുഹറം 10-ന്റെ ദിവസം ഭക്ഷണത്തിൽ വിശാലത കൊടുത്താൽ, അതായത് എന്നും നമ്മൾ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണമാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ അന്ന് നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് ചോദിക്കുക, ഇന്ന് എന്താണ് ഭക്ഷണം വേണ്ടത്? ഒരു ഭക്ഷണം നല്ല സ്പെഷ്യൽ ആയിട്ട് അന്നത്തെ ഒരു ദിവസം നല്ലൊരു ഭക്ഷണം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ? ഒരു വർഷത്തിലുള്ള മറ്റു ദിവസങ്ങളിലുള്ള ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. 11 മാസവും 29 ദിവസവുമാണല്ലോ ഒരു വർഷം എന്ന് പറയുന്നത്. ആ വർഷത്തിൽ ഭക്ഷണത്തിന്റെ വിശാലതയുടെ കാര്യം, ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതായി കൊണ്ട് നമ്മൾ പ്രത്യേകം അന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അന്ന് ഒരുപാട് ദിക്റുകളും കൊണ്ടും മറ്റുള്ള സുഹൃത്തുക്കളെ കൊണ്ട് ധന്യമാക്കുക. അതേപോലെ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മൾ അന്നത്തെ ദിവസം പരമാവധി സ്വതക്ക കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ തസദ്ദഖ ഫീഹി യൗമ ആശൂറാ കാന സ്വദഖത സന. ഒരു വർഷം സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മളാൽ കഴിയുന്ന സ്വതക്ക, അത് പാവങ്ങൾക്ക് വേണ്ടി, അതേപോലെ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ബന്ധുമിത്രാദികൾക്ക് വേണ്ടി കഴിയുന്ന പരമാവധി നമ്മൾ സ്വതക്ക കൊടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം സ്വതക്ക ചെയ്യുന്നതിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തരുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ അന്നത്തെ പകലിൽ ഒരുപാട് ദിക്റുകൾ ചെല്ലണം. അന്ന് ദിക്റുകളെ കുറിച്ച് എന്ത് ചെയ്യും? ഇപ്പൊ സോഷ്യൽ മീഡിയ സുലഭമാണ്. സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അന്നത്തെ ദിവസം ചെല്ലേണ്ട ദിക്റുകളെ കുറിച്ച് എന്ത് ചെയ്യും? പൂർണ്ണമായി വരും. അപ്പോൾ പ്രത്യേകമായി കൊണ്ട് അന്ന് നമ്മൾ പരമാവധി ഒരു ദിക്ർ നമ്മൾ അധികരിപ്പിക്കുക. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അധികരിപ്പിച്ച ഒരു ദിക്ർ, എല്ലാ മനപ്രയാസത്തിൽ നിന്നും രക്ഷ കിട്ടാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. കലിമത്തുൻ ഇൻദി, എൻ്റെ അടുക്കൽ ഒരു വാചകമുണ്ട്, മാ മിൻ യൗമുൻ നഖൂലഹാ ഇല്ലാ ഫറജല്ലാഹു അലൈഹി. ആരെങ്കിലും ആ കലിമത്തിനെ, ആ വാചകത്തെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ മനപ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കും. ആ കലിമത്ത് ഏതാണെന്ന് അറിയുമോ? കലിമത്തു അഖീ മിൻ ബത്നിൽ ഹൂത്ത്. എൻ്റെ സഹോദരനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും ചൊല്ലിയ ആ ദിക്റുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദിക്റിനെ പരമാവധി നമ്മൾ ചൊല്ലി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തരുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ അന്നത്തെ ദിവസത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ ഞാൻ എന്ന് പറഞ്ഞു. പകലിൽ നോമ്പനുഷ്ഠിക്കുക, അതേപോലെ സ്വതക്ക കൊടുക്കുക, ഭക്ഷണം വേണ്ടത് നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ വീട്ടിലുള്ള ആളുകളോട് ചോദിച്ച് അതൊരു നല്ല വിപുലമായ നല്ലൊരു ഭക്ഷണം വീട്ടിലുണ്ടാവുകയും ചെയ്യുക. അതേപോലെ അന്നത്തെ പകലിൽ പരമാവധി ദിക്റുകളും അദ്കാറുകളൊക്കെ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.
അല്ലാഹുവേ പറഞ്ഞതിനെയും കേട്ടതിനെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പറഞ്ഞതിനെ ആരെങ്കിലും ഒരാളെങ്കിലും അതുകൊണ്ട് നന്മ ചെയ്യുകയാണ് എങ്കിൽ അതിന്റെ പ്രതിഫലം കിട്ടും എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളോട് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുടെ റബ്ബേ, എല്ലാവർക്കും അല്ലാഹുവേ പരിപൂർണമായ അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ പള്ളിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകളുടെ റബ്ബേ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം കൊടുക്കണേ തമ്പുരാനെ. അതിന്റെ സവാബിനെ അവിടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങള്, പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള് എല്ലാത്തിനെയും നീ നീക്കി തരണേ തമ്പുരാനെ. എല്ലാവിധ ഖൈറിന്റെ കവാടങ്ങളെയും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തുറന്നു നൽകണേ തമ്പുരാനെ. ശർറുകളുടെ കവാടങ്ങളെ നീ കൊട്ടി അടക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد